യുദ്ധക്കെടുതികളിൽ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന റെഡ് ക്രോസ്. യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായി പെരുമാറാനുള്ള പെരുമാറ്റച്ചട്ടമായ ജനീവ കൺവെൻഷൻ ഏത് സംഘടനയുടെ പ്രേരണയിലാണ് നിലവിൽ വന്നത്? റെഡ് ക്രോസ് സംഘടന. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മേഖല ഏതാണ്? സേവനം. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത് എന്നാണ്? 1828 മെയ് 8 ജനീവയിൽ. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യൂനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്? സോൾഫെറിനോ യുദ്ധം. സോൾഫെറിനോ യുദ്ധം ഏത് വർഷമായിരുന്നു? 1859 ഇറ്റലിയിലായിരുന്നു ഈ യുദ്ധം നടന്നത്. ജീൻ ഹെൻറി ഡ്യൂനന്റ് സോൾഫെറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആര്? ആൻസർ ഇന്ത്യൻ പ്രസിഡന്റ്. ജീൻ ഹെൻറി ഡ്യൂനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? 1862. നെക്സ്റ്റ് വരുന്നത് കുറച്ച് ട്രാഫിക് അടയാളങ്ങളാണ്. ആ സിഗ്നൽ നമുക്ക് തരും, പിക്ചർ തരും, അത് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് അടയാളം തിരിച്ചറിയുക. ഇടത്തോട്ട് തിരിയുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത സിമ്പല് ആശുപത്രി. അടുത്തത് വിശ്രമ സ്ഥലം. ഇത് പാർക്കിംഗ്. ഈ സിമ്പലിൻ്റെ അർത്ഥം സൈക്കിൾ സ്റ്റാൻഡ്. ഇരുവശവും പാർക്ക് ചെയ്യാം എന്നതാണ് ഈ സിമ്പലിൻ്റെ അർത്ഥം. ഇത് ഇടുങ്ങിയ പാലത്തിൻ്റെ സിമ്പലാണ്. ഇതിൻ്റെ അർത്ഥം മുന്നിൽ ഇടുങ്ങിയ റോഡ്. നെക്സ്റ്റ് സിമ്പല് പ്രവേശനമില്ല. ഇത് സ്റ്റോപ്പ് എന്നതിൻ്റെ സിമ്പലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ച വർഷം? 1920. NSSൻ്റെ പൂർണ്ണരൂപം? നാഷണൽ സർവീസ് സൊസൈറ്റി. IRCSൻ്റെ പൂർണ്ണരൂപം? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. YRCയുടെ പൂർണ്ണരൂപം? യൂത്ത് റെഡ് ക്രോസ്. WHO-യുടെ പൂർണ്ണരൂപം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ ചുരുക്കെഴുത്ത്? ICRC. NCCയുടെ പൂർണ്ണരൂപം? നാഷണൽ കേഡറ്റ് കോർപ്സ്. അന്താരാഷ്ട്ര റെഡ് ക്രോസിന് നൊബേൽ സമ്മാനം 3ാമത് പ്രാവശ്യം ലഭിച്ചത്? 1963. ഡ്യൂനന്റിന് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന്? 1901. ഹെൻറി ഡ്യൂനന്റ് അന്തരിച്ചത്? 1910. മലയാളക്കരയിൽ JRC പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? 1929. ഹെൻറി ഡ്യൂനന്റ് ജനിച്ച വർഷം? 1828. ജനീവ പ്രമാണത്തിൽ ഒപ്പുവെച്ച വർഷം?
1864. സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം 1862. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന. ആൻസർ റെഡ് ക്രോസ് ആണ്. 3 തവണ ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ ആര്? കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരത്തുള്ള വഞ്ചിയൂർ ആണ് കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം? ഉത്തരം വെള്ള. ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചതാരാണ്? ആൻസർ ക്ലാര ബർട്ടൺ. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര്? ക്ലാര ബർട്ടൺ. അവശരും വികലാംഗരുമായ ഭടന്മാർക്കു വേണ്ടി റെഡ് ക്രോസ് 1946 നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രെഡറിക് പാസിയുമായി ആദ്യത്തെ സമാധാന നോബൽ സമ്മാനം പങ്കിട്ട റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപകൻ? ജീൻ ഹെൻറി ഡ്യുനന്റ്. ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്ന പേര്? റെഡ് ക്രസൻറ്റ്. JRC യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഡാഷ് ആണ്? ആൻസർ പ്രഥമ അധ്യാപകൻ. റെഡ് ക്രോസിൽ ആയുഷ്കാല മെമ്പർഷിപ്പിന് ഡാഷ് രൂപയാണ് അടയ്ക്കേണ്ടത്? 500 രൂപ. നെതർലാൻഡ്സ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം നൽകിയ വർഷം? 1864. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ JRCയുടെ ABC ലെവൽ എക്സാമുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. വീഡിയോ റിപ്പീറ്റായി കണ്ടതിന് ശേഷം എല്ലാ ചോദ്യങ്ങളും നല്ലവണ്ണം പഠിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്